ഗ്രീക്ക് ബൈബിളിൽ പുതിയ നിയമത്തിൽ എന്നെന്നുള്ള പദവും കാണിക്കുന്നത്. അതും ബഹുത്വമുള്ള ഏകത്വമാണ്. ഇനി ബഹുത്വമുള്ള ഏകത്വത്തെ ബൈബിൾ കാണിക്കുമ്പോൾ ഖുർആൻ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഖുർആനും ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഏകത്വത്തെ കാണിക്കാൻ വേണ്ടി ഖുർആനും അറബിക്കിൽ ഒരു പദം ഉപയോഗിക്കുന്നുണ്ട്. അഹദ് എന്നാണ് പദം. സൂര 112 അഹദ്, അള്ളാഹു അഹദാകുന്നു, ഏകനാകുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. ഈ അഹദ് എന്നുള്ള പദം ഖുർആനിലെവിടെയെങ്കിലും ഏകൻ എന്ന് മാത്രം കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം. കാരണം അഹദെന്നുള്ള പദം ഖുർആൻ ഉപയോഗിക്കുമ്പോൾ അനേകരിൽ ഒരാളെ കാണിക്കാൻ വേണ്ടിയാണ് അഹദെന്നുള്ള പദം ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. തെളിവ് സൂര 2:96, 2:102, 2:136, 2:185, 3:73, 3:84, 3:153, 4:152, 5:6, 7:80, 9:6, 9:84, 9:127, 11:81, 15:65, 16:58, 19:28 തുടങ്ങി ഖുർആനിൽ അഹദെന്നുള്ള പദം എപ്പോഴെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അനേകരിൽ ഒരാളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അള്ളാഹു അഹദാണെന്ന് പറയുമ്പോൾ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പറയണം? അള്ളാഹു അനേകരിൽ ഒരാളാകുന്നു. ചരിത്രപരമായി അത് ശരിയാണ്. അതിലേക്ക് പിന്നീട് നമുക്ക് വരാം. ചരിത്രപരമായി അത് ശരിയാണ്. അതുകൊണ്ട് ഇവർ പറയുന്ന ഏകദൈവ വിശ്വാസമാണ് ഖുർആൻ പറയുന്നതെന്ന് ആദ്യം ഒന്ന് തെളിയിക്കണം. ഇതിനെപ്പറ്റി ഇമാം മൗദദി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അത് വളരെ ബുദ്ധിമുട്ടി. തഫ്സീർ എന്ന് പറഞ്ഞാൽ കമൻട്രി. ഖുർആന്റെ കമൻട്രിയിൽ ഈ കഴിഞ്ഞ കാലത്ത് ജീവിച്ചിരുന്ന ഇസ്ലാം പണ്ഡിതന്മാരിൽ ഒരു വലിയ പണ്ഡിതനായിരുന്ന ഇമാം മൗദൂദി പറയുന്നത്, അക്കാലം വരെയും ഈ പദം ഇങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നതെങ്കിലും ഖുർആൻ ഇങ്ങനെ ഉപയോഗിച്ചതുകൊണ്ട് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർ അതിൻ്റെ അർത്ഥം അങ്ങ് മാറ്റി. ഖുർആൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാർക്ക് ആകപ്പാടെ ഒരു വെപ്രാളം. അവരെന്ത് ചെയ്തു? ആ പദത്തിൻ്റെ അർത്ഥം അങ്ങ് മാറ്റി. ഇനി മുതൽ ഈ പദത്തിൻ്റെ അർത്ഥം ഏകനെന്നാണ്, അനേകരിൽ ഒരുവനെന്നല്ല. അതുകൊണ്ട് ഇനി മുതൽ അള്ളാഹു അഹദെന്ന് പറയുമ്പോൾ അനേകരിൽ ഒരുവനെന്നുള്ളതല്ല, ഏകൻ എന്നുള്ളതാണെന്ന് പിൽക്കാലത്തെ പണ്ഡിതന്മാർ പറഞ്ഞു. ഇത് നമ്മുടെ മേൽ ആരോപിക്കുകയാണ്. പ്രിയ സ്നേഹിതരെ, ബൈബിള് തൃത്വം എന്ന് പറയുന്നതിന് അതിന് മാത്രമല്ല, ഈ പദത്തിൻ്റെ മാത്രം തെളിവല്ല. ഞാൻ വളരെ വേഗത്തിൽ പറയട്ടെ. ബൈബിള് ഉൽപ്പത്തി പുസ്തകം 1:26 അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം നാം നമ്മുടെ, ഇത് പറയുമ്പോൾ എന്ത് പറയും? ഇത് രാജാക്കന്മാരൊക്കെ പറയുന്ന മാതിരിയുള്ള നാമാണ്. രാജാക്കന്മാർ ആരെങ്കിലും വിശുദ്ധ വേദപുസ്തകത്തിൽ നാം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ചക്രവർത്തിയായ നെബൂഖദ്നേസർ, ദാനിയേൽ 4:4 നെബൂഖദ്നേസർ എന്ന ഞാൻ എൻ്റെ അരമനയിൽ സ്വൈര്യമായും എൻ്റെ രാജധാനിയിൽ എന്ന ഞാൻ നാമെന്നല്ല, നാം നമ്മുടെ അരമനയിൽ എന്നല്ല പറഞ്ഞത്, ഞാൻ എൻ്റെ അരമനയിൽ എന്നാണ് പറഞ്ഞത്. മഹാരാജാവായ ദാവീദ് 1 രാജാക്കന്മാരുടെ പുസ്തകം 9 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ എൻ്റെ അനന്തരവനായി വാണ് എനിക്ക് പകരം എൻ്റെ സിംഹാസനത്തിലിരിക്കും. ഈ നാം നമ്മുടെ എന്നുള്ള ഈ ഭാഷ, ഈ റോയൽ ലാംഗ്വേജ് വന്നത് ഒരു 4-5 നൂറ്റാണ്ടിന് മുമ്പാണ്. ബൈബിളിലൊക്കെ നാം എന്ന് പറയുമ്പോൾ അത് ബഹുത്വത്തെ കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ദൈവമായ യഹോവ നാം നമ്മുടെ സ്വരൂപത്തിൽ എന്ന് പറയുമ്പോൾ അത് ത്രിയേക ദൈവവിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു വാക്യമാണ്. എന്ന് മാത്രമല്ല പ്രിയ സ്നേഹിതരെ, എന്ന് മാത്രമല്ല, ഒരു വാക്യം കൂടെ ഞാൻ വായിച്ച് പെട്ടെന്ന് പോകട്ടെ. ഒരു വാക്യം കൂടെ ഞാൻ വായിച്ചു പോകട്ടെ. യെശയ്യാവ് 48:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇത് നിങ്ങൾ വീട്ടിൽ പോയി ഒന്ന് വായിക്കണം. 12-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. ഇവിടെ ആരാണ് സംസാരകർത്താവ്? ഇവിടെ ആരാണ് സംസാരിക്കുന്നത്? യഹോവ.
ഇതേ സംസാര കർത്താവ് 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്, അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെയുണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. എത്ര പേരുണ്ട്? സംസാര കർത്താവായ യഹോവ, അയച്ച യഹോവ, യഹോവയുടെ ആത്മാവ്. ത്രിയേക ദൈവ വിശ്വാസം ബൈബിളിലുണ്ടോ? ഇതുപോലെ അനേകം തെളിവുകൾ നൽകി ഈ വിഷയത്തിൽ തന്നെ മണിക്കൂറുകളോളം പ്രസംഗിക്കാനുള്ള തെളിവുണ്ട്. എങ്കിലും ഇതൊരു മറുപടി പ്രസംഗമായതുകൊണ്ട് ചില വാക്യങ്ങൾ ചൂണ്ടിക്കാട്ടിച്ചങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതേപോലെ നിങ്ങൾക്ക് വീട്ടിൽ പോയി വായിക്കാവുന്നതാണ് സെക്രിയാവ് 2:8-9 വാക്യങ്ങൾ. ഇതേപോലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേകം വാക്യങ്ങളുണ്ട്. എന്നാൽ പ്രിയ സ്നേഹിതരെ, ഇവരെപ്പോഴും പറയുന്നതാണ് ക്രിസ്ത്യാനികൾ ഈ ആദ്യ കൽപ്പന പോലും, ഈ ഏറ്റവും പ്രധാനമായിട്ട് കൽപ്പന പോലും അങ്ങ് ലംഘിച്ച് നടക്കുന്നവരാണ് എന്നാണ്. ഈ ഏറ്റവും വലിയ കൽപ്പന എന്ന് പറയുന്ന കൽപ്പന ഒന്നുകൂടി നിങ്ങളൊന്ന് ആവർത്തിച്ച് വായിക്കാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. ആവർത്തന പുസ്തകം 6:4-5. നിന്റെ ദൈവമായ യഹോവേ നീ പൂർണ്ണ ഹൃദയത്തോടും, മറ്റേത് പറഞ്ഞിട്ട് പറയാണ്, നിന്റെ ദൈവമായ യഹോവേ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇത് രണ്ടും ഒരുമിച്ച് പറഞ്ഞ ശേഷമാണ് കർത്താവ് പറഞ്ഞത്, ഇത് ഏറ്റവും വലിയ കൽപ്പനയാണ്. ദൈവം ഏകനെന്ന് മാത്രം വിശ്വസിച്ചാൽ നിങ്ങൾ ഒന്നാമത്തെ കൽപ്പന അനുസരിച്ചോ? ഇല്ല. കാരണം യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, യാക്കോബ് 2:19 പറയുന്നത്, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. പിന്നെ എന്താണ് ഒന്നാമത്തെ കൽപ്പന? ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത്, ഈ ദൈവത്തെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കൽപ്പന. സ്നേഹിക്കാൻ പിശാചിന് കഴിയുമോ? വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യാൻ പിശാചിന് കഴിയും, പക്ഷെ സ്നേഹിക്കാൻ കഴിയുമോ? സ്നേഹിക്കാൻ കഴിയത്തില്ല. പ്രവാചകന്മാർ ഒരുപോലെ പഠിപ്പിച്ചത് ഈ ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കണമെന്നുള്ള കൽപ്പനയാണ്. പക്ഷെ പ്രിയ സ്നേഹിതരെ, ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ദൈവം ആരായിരിക്കണം? ദൈവം ഒരു യജമാനനും അടിമയും തമ്മിലുള്ള ബന്ധം മാത്രമാണെങ്കിൽ അവിടെ സ്നേഹം നിർബന്ധമാണോ? അല്ല. യജമാനനും അടിമയും മാത്രമായിട്ടുള്ളൊരു ബന്ധമാണെങ്കിൽ സ്നേഹിച്ചാൽ കൊള്ളാം, അനുസരണമാണ് അവിടെ നിർബന്ധം. എന്നാൽ പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധത്തിൽ സ്നേഹം നിർബന്ധമാണോ? നിർബന്ധമാണ്. പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം നമ്മളുടെ പിതാവാണെങ്കിൽ നമ്മൾ അവനെ സ്നേഹിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. ഇതുകൊണ്ടാണ്, കാരണം വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യാൻ പിശാചിന് കഴിയും. പിശാച് മക്കളൊന്നും അല്ലല്ലോ. വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യാൻ കഴിയുന്ന തലം ഒന്ന്, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം. വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്ന തലം ഒന്ന്, സ്നേഹിക്കുന്ന തലം പ്രവാചകന്മാരുടെ തലം. സ്നേഹിക്കാൻ കഴിയുന്നത് ഒന്നെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധമാകണം, സഹോദര ബന്ധമാകണം, അല്ലെങ്കിൽ പിതൃപുത്ര ബന്ധമായിരുന്നാലേ സ്നേഹം അവിടെ നിർബന്ധമാകൂ. അടിമ യജമാന ബന്ധത്തിൽ സ്നേഹം നിർബന്ധമല്ല. ഇത് പ്രവാചകന്മാർ ഒരുപോലെ പഴയ നിയമത്തിലും നമ്മളുടെ അപ്പോസ്തലന്മാർ ഒരുപോലെ വ്യക്തമായി പുതിയ നിയമത്തിലും നമുക്ക് പ്രബോധിപ്പിച്ച് തന്ന സത്യമാണ്. ഇസ്ലാമിൽ എവിടെയെങ്കിലും സ്നേഹം ഈ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം എന്നുള്ള കൽപ്പനയുണ്ടോ? സ്നേഹിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സ്നേഹിക്കണമെന്നുള്ളത് നിർബന്ധമല്ല. കാരണം എന്താ? ദൈവം പിതാവല്ലെന്നും നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ല എന്നുമാണ് ഹസ്രത്ത് മുഹമ്മദ് പഠിപ്പിച്ചത്. സൂറ 5:18 പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കടങ്ങി ചെല്ലുമ്പോൾ സഹി ബുക്കാരി വോള്യം 4 ബുക്ക് 55 ഹദീസ് നമ്പർ 654 സഹി ബുക്കാരി ഈ പറയുന്നത്,
നിങ്ങൾ വെറും അടിമകൾ മാത്രമാണ്. അടിമ വിറയ്ക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. വിറയ്ക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന തലത്തിൽ മാത്രമാണ് പ്രിയ സ്നേഹിതരെ ഇസ്ലാമിന്റെ വിശ്വാസം. സ്നേഹിക്കുന്ന വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. കാരണം നാം പ്രാപിച്ചത് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ്. ആ പിതാവിനെ നമ്മൾ സ്നേഹിക്കും. ഈ കൽപ്പന ഇല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പ്രബോധനമല്ല നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഇത് വേറെ ആരുടെയോ പ്രബോധനമാണ്. പ്രവാചകന്മാരുടെ പ്രബോധനം എന്ന് പറയുന്നത് സ്നേഹിക്കണമെന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടി ചോദിക്കട്ടെ. ദൈവം നമ്മളോട് സ്നേഹിക്കണമെന്ന് കൽപ്പിക്കുമ്പോൾ ദൈവം ആദ്യം എന്ത് ചെയ്യണം? ആദ്യം അവൻ നമ്മെ സ്നേഹിക്കണം. അതുകൊണ്ട് 1 യോഹന്നാൻ 4:19 പറയുന്നത് ആദ്യം അവൻ നമ്മെ സ്നേഹിച്ചു. ആദ്യം അള്ളാഹു ഇവരെ സ്നേഹിക്കുന്നതായിട്ട് ഒരു വാക്യം ഖുറാനിൽ നിന്ന് കൊണ്ടുവരാൻ ഞാനിപ്പോൾ ആവശ്യപ്പെടുകയാണ്. അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിച്ചാൽ അവൻ സ്നേഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കണം. കാരണം പിതൃപുത്ര ബന്ധമല്ലാതെ നിങ്ങൾ ഈ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ സ്നേഹം നിമിത്തമാണ് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, ആ സ്നേഹം നിമിത്തമാണ് ദൈവമായിരുന്ന കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചത്. ദൈവത്തെ പിതാവായി കാണാതെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഇരിക്കുന്നവർക്ക് ഒരു കാലത്തും ഈ സത്യം മനസ്സിലാകുവാൻ കഴിയില്ല. ഒന്നാമത്തെ കൽപ്പന നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായാലേ യേശു ക്രിസ്തുവിൻ്റെ ദൈവികതയെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും കഴിയുള്ളൂ. തൃത്വത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത് വിട്ടുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ദൈവികതയെപ്പറ്റി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളും പറഞ്ഞ് അവസാനം യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളെപ്പറ്റി പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ വേഗത്തിൽ നിർത്തുകയാണ്. കുറച്ച് സമയം കൂടെ ഉണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ദൈവികത അദ്ദേഹം പറയുന്നത്, അതിവിടെ പ്രസംഗിച്ച മുസ്ലിം പ്രസംഗകർ പറയുന്നത്, ദൈവം അദൃശ്യനാണ്, ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ അവന്റെ ശിഷ്യന്മാർ കണ്ടില്ലേ, അപ്പോൾ യേശു ക്രിസ്തു എങ്ങനെയാണ് ദൈവമാകുന്നത്? ദൈവം അദൃശ്യനായതുകൊണ്ട് ദൃശ്യരൂപം എടുക്കാൻ കഴിയില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അദൃശ്യനായ ദൈവത്തിന് ഒരു ദൃശ്യരൂപം എടുക്കാൻ കഴിയില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അസാധ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മറിച്ച് പ്രവാചകന്മാരെന്താണ് പറഞ്ഞിരിക്കുന്നത്? പുറപ്പാട് 24:10 ഇസ്രയേലിന്റെ ദൈവത്തെ അവർ കണ്ടു. അദൃശ്യനായ ദൈവം തൻ്റെ മക്കളോടുള്ള സ്നേഹപ്രകാരം ഒരു ദൃശ്യരൂപം എടുത്തു. പഴയ നിയമത്തിലും ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തി 18:1 അബ്രഹാം പിതാവ് ആ 3 പേര് വന്നതിൽ 3 പേരിൽ ഒരാൾ യഹോവയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ കണ്ടു. യേശു ക്രിസ്തു എന്താണ് പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 8:56-58 അബ്രഹാം എന്റെ ദിവസം കാണുമെന്ന് പ്രത്യാശിച്ചു. അബ്രഹാം അത് കണ്ട് സന്തോഷിച്ചുല്ലസിച്ചിരിക്കുന്നു. അബ്രഹാം കണ്ട യേശു ക്രിസ്തുവാണത്. പ്രിയ സ്നേഹിതരെ, അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അദൃശ്യനായ ദൈവം ജഡരക്തങ്ങളിൽ അവതരിച്ചത് എന്തുകൊണ്ടാണ്? നമ്മൾ അവൻ്റെ മക്കളായതുകൊണ്ടാണ്. ഈ മക്കളെന്നുള്ള സത്യം മനസ്സിലാകാത്തവന് ഈ സത്യവും ഒരിക്കലും മനസ്സിലാകത്തില്ല. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആണ് എന്ന് മനസ്സിലാക്കാതെയുള്ള വിമർശനങ്ങളാണ് MM അക്ബർ മൗലവിയും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രസംഗിച്ച സുബൈർ പീഡിക്കലും ചെയ്തത്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട്, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും എന്നുള്ളതിന് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അവരുടെ ചില ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാവുന്നതാണ്. ഒരു മനുഷ്യനെന്ന നിലയിൽ ദൈവം മനുഷ്യനായി അവതരിക്കുമ്പോൾ ഒരു മനുഷ്യനെന്ന നിലയിൽ മരിക്കുവാൻ കഴിയും. എന്നാൽ കേവല മനുഷ്യനായിരുന്നുവെങ്കിൽ
മരണത്തിന്മേൽ അധികാരം ഉണ്ടാവുമോ? ഇല്ല, അല്ലേ? മനുഷ്യനെന്ന നിലയിൽ മരിക്കുവാൻ സാധിക്കുമെങ്കിലും കേവല മനുഷ്യനായിരുന്നുവെങ്കിൽ എനിക്കെൻ്റെ ജീവനെ കൊടുക്കാനും എടുക്കാനും കഴിയുമോ? ഏതെങ്കിലും മനുഷ്യൻ ഏതെങ്കിലും കാലത്ത് അത് കഴിയുമോ? കഴിയത്തില്ല. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണെങ്കിൽ അവന് മരിക്കാനും കഴിയും, തൻ്റെ ജീവനെ കൊടുപ്പാനും അതിനെ വീണ്ടും പ്രാപിപ്പാനും അധികാരവും ഉണ്ടാവും. അപ്പൊ മരിച്ചു എന്ന് പറയുന്നവർ മറ്റു വശം കൂടി ആലോചിക്കണം. മരിപ്പാനും തൻ്റെ ജീവനെ കൊടുപ്പാനും എടുക്കുവാനും അധികാരമുള്ള ദൈവമായ കർത്താവാണിത്. ഈ വ്യത്യാസം മനസ്സിലാക്കിക്കൊണ്ട് ഇവർ ചോദിച്ച ചോദ്യങ്ങളിലെ ഒരു വളരെ പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അത് സാധാരണ ചോദിക്കുകയും അത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ എളുപ്പമാണ്. എന്നാൽ ഈ കാര്യങ്ങൾ ചിലരെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുള്ളത് കൊണ്ട് ഇത് ഉത്തരം പറയുകയാണ്. മത്തായി 24:36 അന്ത്യനാളിനെ പറ്റി പുത്രനും കൂടെ അറിയുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ദൈവം സർവജ്ഞാനിയല്ലേ? ദൈവം സർവജ്ഞാനിയല്ലേ? അപ്പൊ പുത്രനും കൂടെ അറിയത്തില്ലെന്ന് പറയുമ്പോൾ പുത്രൻ എങ്ങനെയാ ദൈവമാകുന്നത്? നമ്മൾ ഒന്നാമത്തെ ഞാൻ പറഞ്ഞതൊന്ന് ആലോചിക്കണം. മരിപ്പാനും കൊടുപ്പാനും തിരികെ എടുപ്പാനും അവന് അധികാരമുണ്ട്. മനുഷ്യന്റെ കരുതിയിലും ചിലതെല്ലാം മനുഷ്യൻ മറന്നുപോകും. പക്ഷെ മനുഷ്യൻ മറന്നു പോകുന്നത് സ്വന്തം ശക്തിയിലല്ല. അതിനെ തിരികെ എടുപ്പാനും കൊടുപ്പാനും മനുഷ്യന് അധികാരമില്ല. എന്നാൽ ദൈവം തൻ്റെ നിത്യതയിൽ ഞാൻ മനുഷ്യനായി അവതരിക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിയണ്ട എന്ന് വെച്ചാൽ അങ്ങനെ സാധ്യമാണ്. എന്നാൽ അതേ സമയം തന്നെ അത് എപ്പോൾ തിരിച്ചെടുക്കണമെങ്കിലും എടുക്കുവാനും സാധ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി സെക്രിയാവിൻ്റെ പുസ്തകം 14:1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഒലിവ് മലയിൽ കാൽപാദങ്ങളെ വെക്കുന്ന യഹോവയ്ക്ക് ആ ദിവസം അറിയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം മനുഷ്യനായി അവതരിച്ചപ്പോൾ അവൻ അറിയണ്ട എന്ന് സ്വയം നിശ്ചയിച്ചിരുന്നുവെങ്കിലും തൻ്റെ മഹിമപ്പെടുത്തലുകളിൽ ഇന്ന് അത് അവന് അറിയാമെന്നുള്ളതാണ് സെക്രിയാവിൻ്റെ 14 പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയും ഇത് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ കാര്യം കൂടെ ഒന്ന് പറയണമല്ലോ, അല്ലേ? ഇത് പറയുമ്പം അള്ളാഹുവിൻ്റെ കാര്യം കൂടെ ഒന്ന് പറയണം. അള്ളാഹുവിനോട് ഖുറാനിൽ 2 പ്രാവശ്യം ചോദിച്ചു ഈ അന്ത്യ ദിവസത്തെ പറ്റി എന്താണ്. സൂറ 7:187, 79:42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അന്ത്യദിനത്തെ പറ്റി അള്ളാഹുവിനോടും ഖുറാനിൽ ചോദിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നത് എനിക്കറിയാമെന്ന് പറയാതെ അത് എന്നാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു എക്സാമിന് പോവുക. മാർത്തോമ കോളേജിൽ ഞാൻ പഠിക്കുക. മാർത്തോമ കോളേജിൽ തിരുവല്ല മാർത്തോമ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരു എക്സാം കിട്ടി, ചോദ്യപേപ്പർ. ഇതിൻ്റെ ഉത്തരം എന്താണ്? ഞാൻ അതിൻ്റെ അടിയിൽ എഴുതുക എനിക്കറിയാം. രണ്ടാമത്തെ ചോദ്യം എനിക്കറിയാം. മൂന്നാമത്തെ ചോദ്യം എനിക്കറിയാം. ആരെങ്കിലും മാർക്ക് തരുമോ? അറിയാമെന്ന് പറയാതെ എന്താണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു അറിയാമെന്ന്. ഈ അറിയാമെന്ന് പറഞ്ഞിട്ട് പറയാതിരിക്കുന്നത് എന്താണെന്നാണ് ഞങ്ങൾക്ക് സംശയം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഹദീസ് വേണമല്ലോ. ഹദീസിലേക്ക് വരുമ്പോൾ കാണാം, ആക്ച്വലി സത്യത്തിൽ ഹസ്രത്ത് മുഹമ്മദ് അന്ത്യകാലത്തെ പറ്റി വളരെ കൃത്യമായ ഡേറ്റുകൾ പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നു. സഹീഹ് ബുഖാരി വോള്യം 1 ബുക്ക് 10 ഹദീസ് നമ്പർ 575 അതിൽ പറയുന്നത് ആ രാത്രിക്കൊരു പ്രത്യേകതയുണ്ട്. അന്ന് ഹസ്രത്ത് മുഹമ്മദ് പറയുന്ന രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് രാത്രികളെ പോലെ ഒരു രാത്രിയല്ല അത്. ആ രാത്രിക്കൊരു പ്രത്യേകതയുണ്ട്. കാരണം ആ രാത്രി തുടങ്ങി 100 വർഷത്തിനുള്ളിൽ ഭൂമിയിലെ എല്ലാ മനുഷ്യനും മരിച്ചു പോകും. ഇപ്പം എത്ര വർഷമായി? അന്ന് 100 വർഷത്തിനുള്ളിൽ എല്ലാ മനുഷ്യരും. ഇപ്പോൾ അവർ സാധാരണ പറഞ്ഞൊഴിയാറുണ്ട്, അങ്ങനെയല്ല പറഞ്ഞത്. അന്ന് ജീവിച്ചിരുന്നവർ 100 വർഷത്തിനുള്ളിൽ മരിച്ചു പോകുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ രാത്രിയിലും അങ്ങനെ പറയാമല്ലോ. ഇന്ന് രാത്രിയിൽ എനിക്ക് ഇന്ന് ഇവിടെ നിന്നോട്ട് പറയത്തില്ല. ഇന്ന് ഞാൻ പറയുന്നു, ഇവിടെയുള്ള പൈതൽ
ഇവിടെയുള്ളൊരു പയ്യൻ ഇവന് 100 വയസ്സാകുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മരിച്ചു, അതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഇതൊരു മുട്ടാ തർക്കമായിട്ട് പറയുന്നതാണ് കൃത്യമായിട്ട്. അതേപോലെ തന്നെ സഹീ മുസ്ലിം ബുക്ക് 41 ഹദീസ് നമ്പർ 7049 ഹസ്രത്ത് മുഹമ്മദ് പറയുന്നത്, അന്ത്യനാളും ഹസ്രത്ത് മുഹമ്മദിന്റെ ജീവിതവും തമ്മിൽ 2 വിരലിന്റെ ദൂരമേ ഉള്ളൂ. ഈ 2 വിരലിന്റെ ദൂരം എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് അൽ തബരി വോള്യം 1 പേജ് 182 മുതൽ 187 വരെയുള്ളതിൽ പറയുന്നത് 500 വർഷമാണ് എന്നാണ്. 500 വർഷം. AD 600 പറഞ്ഞെങ്കിൽ AD 2000 വരെ എത്ര വർഷമായി? അപ്പോൾ അന്ത്യകാലത്തെ പറ്റി വളരെ കൃത്യമായിട്ട് ഹദീസിൽ പറഞ്ഞിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്? പറഞ്ഞതുപോലെ സംഭവിച്ചില്ല എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം. ജനാബ് MM അക്ബർ മൗലവി അടുത്തത് പറയുന്നത് യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളെ പറ്റിയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. യേശുക്രിസ്തു രോഗികളെ സുഖപ്പെടുത്തി, അതുപോലെ മരിച്ചവരെ ജീവിപ്പിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബൈബിളിൽ ഉണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം ജനങ്ങൾ പാട്ടുപാടി അങ്ങനെ കുറെ പ്രാർത്ഥിച്ചു, അസുഖങ്ങൾ ഭേദമായി, മാറാരോഗങ്ങൾ മാറി, അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞുകൂടുന്നുണ്ട്. അത് എനിക്ക് തന്നെ അനുഭവമുണ്ട്. എൻ്റെ അടുത്തുള്ള ഒരു അയൽക്കാരി എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ, അവർക്ക് ഈ സോറിയാസിസ് അങ്ങനെയുള്ള ഭർത്താവിന് ഒരു അസുഖമായിരുന്നു, അവര് വേറെ മതമായിരുന്നു, അവർ അങ്ങനെ പ്രാർത്ഥിച്ച് ഇവരുടെ അസുഖം മാറി. അവരുടെ കൂടെയുള്ള കുറെ ആൾക്കാർക്ക് ഇങ്ങനെ അസുഖം വന്നിട്ട് അവർ ഇതുവരെ മാറിയിട്ടില്ല. ഇവരിങ്ങനെ പ്രാർത്ഥിച്ചു, അവരുടെ ഭർത്താവ് അസുഖം മാറി, അവർ ഈ വിശ്വാസത്തിലേക്ക് വന്നു. ഇപ്പൊ ഇങ്ങനെ അങ്ങനെ തന്നെ ആ മതത്തിൽ ജീവിക്കുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് നന്നായി. അങ്ങനെ ഒന്നാമത്തെ, ക്രിസ്തു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തു. നമ്മളെ വിഷയം ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തു ഇല്ല എന്നുള്ളതല്ല, ക്രിസ്തു ദൈവമാണോ അല്ല എന്നുള്ളത്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തു, ശരിയാണ്. ഖുർആൻ, ക്രിസ്തു ബൈബിളിൽ എവിടെയും ക്രിസ്തു ചെയ്തതായി പറയാത്ത അത്ഭുതം ക്രിസ്തു ചെയ്തതായി ഖുർആൻ സമ്മതിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത അത്ഭുതങ്ങളടക്കം ക്രിസ്തു ചെയ്തു എന്നാണ്. ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല ക്രിസ്തു അദ്ദേഹത്തിന്റെ തൊട്ടിലിൽ വെച്ച് ചെറുപ്പകാലത്ത് കന്യകാമറിയത്തിന്റെ കുഞ്ഞായി ജനിച്ചപ്പോ അവരുടെ കന്യകാത്വത്തിൽ സംശയിച്ചുകൊണ്ട് അവരുടെ വിശുദ്ധിയിൽ സംശയിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്ന ആളുകളുടെ മുന്നിൽ തൊട്ടിലിൽ വെച്ച് കുഞ്ഞ് സംസാരിച്ചതായി ബൈബിളിലെ 4 പുസ്തകങ്ങളിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പുതിയ നിയമത്തിൽ ഒരു പുസ്തകത്തിലും കാണാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തൊട്ടിലിൽ യേശു ചെയ്ത ഏറ്റവും ആദ്യത്തെ അത്ഭുതം ഖുർആൻ പറയുന്നത് അതാ. വീണ്ടും ക്രിസ്തുവിന്റെ അത്ഭുതം, പരിശുദ്ധ ഖുർആൻ പറയുന്ന ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത അത്ഭുതം, യേശു ക്രിസ്തു കളിമണ്ണുകൊണ്ട് കിളികളുടെ രൂപമുണ്ടാക്കി, അതിൽ ഊതിയപ്പോൾ ആ കിളികൾ ജീവനുണ്ടായി പറന്നുപോയി. യേശു ക്രിസ്തു ചെയ്തതായി ഖുർആൻ പറയുന്ന ബൈബിളിൽ എവിടെയില്ലാത്ത കാര്യം. വീടുകൾക്കകത്ത് അവർ ഒളിപ്പിച്ചു വെച്ച വസ്തുക്കൾ, അതിനെക്കുറിച്ച് യേശു വിവരം കൊടുത്തു. എന്നാൽ ബൈബിളിൽ പറയുന്ന ചില അത്ഭുതങ്ങൾ ഖുർആൻ അംഗീകരിക്കണില്ല കേട്ടോ. അത്ഭുതം പറയുമ്പോൾ അതുകൂടി പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ യേശു ബൈബിളിൽ പറയുന്ന ഒന്നാമത്തെ അത്ഭുതം, കാനായിലെ കല്യാണ വിരുന്ന് വെച്ച് ക്രിസ്തു മദ്യമുണ്ടാക്കി, വീഞ്ഞുണ്ടാക്കി ആളുകൾക്ക് കൊടുത്തു, അവർക്കെല്ലാം ലഹരി ബാധിച്ചു എന്നാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ അത് അംഗീകരിക്കണില്ല. ഖുർആന്റെ ഭാഷയിൽ അത്തരമൊരു പ്രവർത്തനം ക്രിസ്തു ചെയ്യില്ല എന്ന് തന്നെയാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല, ചോദ്യം അതല്ലല്ലോ. അവിടെ ഇതല്ല, ഈ അത്ഭുതങ്ങളെല്ലാം പരിശുദ്ധ ഖുർആൻ സമ്മതിക്കുമ്പോൾ, പക്ഷേ ആ അത്ഭുതങ്ങളെല്ലാം ചെയ്തത് ദൈവം തമ്പുരാന്റെ നിർദ്ദേശപ്രകാരം, ദൈവം തമ്പുരാൻ പഠിപ്പിച്ചത് പ്രകാരമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. ഖുർആൻ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 43-ാമത്തെ വചനം എടുത്ത് പരിശോധിക്കുക. മാത്രമല്ല ബൈബിളും പറയുന്നതാണ്. ബൈബിളും പറയുന്ന യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 38-ാമത്തെ വചനം യേശു പറയാണ്, അത്ഭുതങ്ങൾ ഞാനൊന്നും സ്വയമായി ചെയ്യുന്നില്ല, മറിച്ച് പിതാവ് ചെയ്തു കാണിക്കുന്നതല്ലാതെ പുത്രന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. പിതാവ് ചെയ്തു കാണിക്കുന്നതല്ലാതെ പുത്രന് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ യേശു അത്ഭുതങ്ങൾ ചെയ്തു. അതെന്തിനാ? യേശു പ്രവാചകനാണ്, ദൈവദൂതനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. അത് യേശു മാത്രം ചെയ്തതാണോ? അല്ലല്ലോ. ബൈബിൾ പഴയ നിയമം എടുക്കുക. മോശെ പ്രവാചകൻ വടിയ നിലത്തിട്ട് സർപ്പമാക്കിയില്ലേ? മോശെ പ്രവാചകൻ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തില്ലേ? അപ്പൊ പറയും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച ക്രിസ്തു മാത്രമാണല്ലോ. ആ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച ക്രിസ്തു മാത്രമല്ല, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം എടുത്ത് പരിശോധിക്കുക. ഏലീശ പ്രവാചകൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചില്ലേ?
രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം എടുത്ത് നോക്കുക. ഏലിയ പ്രവാചകൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചില്ലേ? യെഹെസ്കേൽ പ്രവാചകൻ മരിച്ച് എല്ലായി കഴിഞ്ഞതിന് ശേഷം ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിച്ചതായി യെഹെസ്കേലിന്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം ദൈവങ്ങളാണെങ്കിലോ? ബൈബിൾ പഴയ നിയമം നിറച്ചും ദൈവമായിരിക്കുമല്ലോ. പഴയ നിയമത്തിൽ മുഴുവനും ദൈവങ്ങളായി മാറും. അത്ഭുതം ചെയ്യുന്നു എന്നുള്ള ഒരാൾ ദൈവമാക്കില്ല. അത് മനസ്സിലാക്കുക. അദ്ദേഹം അതിലൂടെ അവകാശപ്പെട്ടത് എന്താ? ഞാൻ പ്രവാചകനാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാണ് എന്ന് ജനം മനസ്സിലാക്കുന്നതിന് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 22 മുതൽക്കുള്ള വചനങ്ങളൊന്ന് വായിച്ചു നോക്ക്. യേശു അത്ഭുതം പ്രവർത്തിച്ചത് എന്തിന് എന്ന് മനസ്സിലാകുമപ്പോ? അദ്ദേഹം പറയുന്നു, ഞാൻ ദൈവത്താൽ പിതാവിനാൽ നിയോഗിക്കപ്പെട്ടവനാണ് എന്ന് ജനം മനസ്സിലാക്കേണ്ടതിന് തന്നെ ഞാൻ അത്ഭുതം ചെയ്യുന്നത്. നിയോഗിക്കപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കേണ്ടതിന്, ഞാൻ ദൈവം തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതിന് എന്ന് ക്രിസ്തു പറഞ്ഞില്ല. ക്രിസ്തു പറയോ? അല്ല. കാരണം ക്രിസ്തു അങ്ങനെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തുവിന് ആ വിശ്വാസം ഉണ്ടായില്ല. അത്ഭുതങ്ങൾ അത് ഒരു കാര്യം ശരിയും തെറ്റുമാണ് ആക്കാൻ തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ ലോകത്ത് എല്ലാവരും ശരിയും തെറ്റുമേ ഉണ്ടാകുള്ളൂ. എല്ലാവർക്കും അത് വാദിക്കാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായം അതിൽ 17-18 വചനങ്ങളൊന്ന് വായിച്ചു നോക്കുക. യേശു പറയുന്നത് ഇങ്ങനെയാണ്: എന്നിൽ വിശ്വസിക്കുന്നവരോടൊപ്പം താഴെ അത്ഭുതങ്ങൾ ഉണ്ടാകും. അവർ അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്യും. അവർ രോഗികളുടെ മേലെ കൈവച്ചാൽ രോഗം സുഖപ്പെടും. അവർ പാമ്പുകളെ, സർപ്പങ്ങളെ കയ്യിലെടുക്കും. അവർ പിശാചുക്കളെ പുറത്താക്കും. ചിലപ്പോൾ ഈ രോഗശാന്തി ശുശ്രൂഷക്കാരുടെ ഇവിടറ്റം പറയും. അതിനുശേഷം ഒരു 18-ാമത്തെ വചനം കൂടി ഉണ്ട്. 18-ാമത്തെ വചനം എന്താണെന്ന് വെച്ചാൽ, അവർ മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്കൊന്നും സംഭവിക്കില്ല. അവർ മരണകരമായ യാതൊന്നു കുടിച്ചാൽ അവർക്കൊന്നും സംഭവിക്കില്ല. ബാക്കിയുള്ളവരുടെ മുകളിൽ തലയിൽ കൈവച്ച് രോഗശാന്തി ശുശ്രൂഷ നടത്തി യേശുവിന്റെ ആളുകളാണ് ഞങ്ങളെന്ന് ആണയിടുന്ന ആളുകളോട് മറ്റുള്ളവരുടെ മേലെ അത്ഭുതം പ്രവർത്തിച്ച് അങ്ങനെ സംഭവിച്ചു എന്ന് വരുത്തി തീർക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുകയും സ്വന്തമായി പരീക്ഷിക്കാൻ ക്രിസ്തു പറഞ്ഞ ഈ പരീക്ഷണത്തിന് സന്നദ്ധമാകുമോ എന്ന് ചോദിക്കുകയുമാണ് ഞാൻ ചെയ്യുന്നത്. എന്താണ്? മരണകരമായ യാതൊന്നു കുടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഈ ക്ലിപ്പിൽ എം ജനാബ് എം അക്ബർ മൗലവി ഉയർത്തിയ ചോദ്യങ്ങൾ അനേകമാണ്. ഒന്ന്, ഈ വിഷം ഒന്ന് കുടിച്ചു കാണിക്കാമോ? 2, അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അതെങ്ങനെ ക്രിസ്തുവിൻ്റെ ദൈവികതയെ ചൂണ്ടിക്കാട്ടുന്നു? 3, ക്രിസ്തു മദ്യമുണ്ടാക്കിയില്ലേ? 4, ഖുറാനിൽ പുതിയ നിയമത്തിലൊന്നും പറയാത്തതായ അത്ഭുതങ്ങൾ പോലും ഖുറാനിലുണ്ട് എന്നാണ് പറയുന്നത്. ക്രിസ്തു സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ടായിട്ടുള്ളതാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്ന് പറയുന്നത്. ഇതേ ഒരു വിഷയം, ഇതേ ഒരു ടെസ്റ്റ് ഞങ്ങൾ ചെന്നൈയിൽ തമിഴ്നാട് തൗഹീദ് ജമയത്തുമായിട്ട് സംവാദത്തിന് പോയപ്പോൾ അവരൊരു വിഷക്കുപ്പി കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സംവാദത്തിന് വന്നവരാണല്ലോ. അതെ. അപ്പോൾ സംവാദത്തിന് വന്നവർ തീർച്ചയായിട്ടും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. അതെ, ഞങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്താൽ മതി, ഈ വിഷക്കുപ്പി ഒന്നെടുത്ത് കുടിച്ച് കാണിച്ചാൽ മാത്രം മതി എന്ന് അവർ ഞങ്ങളോട് ചോദിച്ചു. അതിന് ഞങ്ങൾ കൊടുത്ത ഉത്തരമാണ് അടുത്തത്. ജനാബ് PJ sir, if you have read the Bible properly, ஜனாப் PJ அவர்களே, நீங்கள் வேதாகமத்தை சரியாக படித்திருந்தால், this is not a test. இது ஒரு சோதனை அல்ல. This is a gift from the God. இது தேவனிடத்திலிருந்து வந்த ஒரு பரிசு. 1 Corinthians chapter 12 verse 4 to 6 says these are the gifts of the Holy Spirit. அங்கே 1 கொரிந்தியர் 12ஆம் அதிகாரம் 4-5 வசனங்கள்ல சொல்கிறது இவைகள் எல்லாம் பரிசுத்த ஆவியுடைய வரங்கள் என்று சொல்லி. This is the promise of the God. இது தேவனுடைய வாக்குத்தத்தம். Mark chapter 16 actually gives the promise exactly as Psalms 91 gave it to the Old Testament. பழைய ஏற்பாட்டிலே 91ஆம் சங்கீதம் எவ்விதமாக கொடுக்கப்பட்டதோ அதே போல புதிய ஏற்பாட்டிலே இந்த விதமான வாக்குத்தத்தம் கொடுக்கப்பட்டிருக்கிறது. மார்க் 16ல. In Psalms 91 verse 13 we see that you shall tread upon the lion and the cobra and the young lion and the serpent you shall trample under the foot. நீங்கள் சிங்கத்தின் மேலும் பால சிங்கத்தின் மேலும் நடந்து சர்ப்பத்தையும் வலு சர்ப்பத்தையும் மிதித்து போடுவீர்கள் என்று சொல்லி
சங்கீதம் 91 சொல்லப்பட்டிருக்கிறது. Did any of the Old Testament prophets do test the Lord in this? இதுல எந்த பழைய ஏற்பாடு நபிமாரும் இத வந்து சோதிச்சு பார்த்திருக்காங்களா? They never tested. அவர் ஒரு நாளும் சோதனை செய்ததில்லை. But ஆனால் quoting Psalms 91, there was a test offered to one of the great, our Lord Jesus Christ. அந்த 91ஆம் சங்கீதத்தில் சொல்லப்பட்ட அந்த ஒரு பெரிய சோதனை ஆண்டவராகிய இயேசு கிறிஸ்துவுக்கு வந்தது. Satan used this test. சாத்தான் இந்த சோதனையை பயன்படுத்தி Satan quoted Psalms 91 அங்கே சங்கீதம் 91ஐ மேற்கோள் காட்டி and asked Jesus, you do this and prove that you are the Son of God. நீ இதை செய்து தேவனுடைய குமாரன் என்று நிரூபியும் என்று சொன்னான். And to the Satan, சாத்தானுக்கு இயேசு கிறிஸ்து சொன்னார், Lord Jesus Christ said, you shall not test the Lord. நீ ஆண்டவர் தேவனை சோதிக்க கூடாது, பரீட்சித்து பார்க்க கூடாது என்று சொன்னார். As I said from the beginning, we stand by what Jesus has said for us. இயேசு கிறிஸ்து எங்களுக்கு எதை சொல்லியிருக்கிறாரோ அதன் பின்னாடி நாங்கள் We இருக்கிறோம். shall not test the Lord. நான் தேவனை சோதித்து பார்ப்பதில்லை. In fact, there is no need to test on this point. ஏனென்றால் இதை குறித்து நாம் சோதிக்க வேண்டிய அவசியம் This இல்லை. has been already been proven both in the Old Testament and in the New Testament. இது பழைய ஏற்பாட்டிலும் புதிய ஏற்பாட்டிலும் நிரூபிக்கப்பட்ட ஒன்று. Daniel chapter 6, Daniel was put in the lion's den and he was saved. அங்கே தானியேல் சிங்க கெபியிலே போடப்பட்டான், அவன் காப்பாற்றப்பட்டான். He never tested the Lord. ஆனால் தேவனை அவன் ஒருபோதும் சோதித்ததில்லை. Acts chapter 2, the Christians spoke in tongues. அங்கே அப்போஸ்தலர் 2ஆம் அதிகாரத்திலே அப்போஸ்தலர்கள் அந்நிய பாஷையிலே பேசினார்கள். Acts chapter 5, apostles healed the sick. Apostles healed the sick. அப்போஸ்தலர் 5ஆம் அதிகாரத்திலே அப்போஸ்தலர்கள் நோயாளிகளை சுஸ்தப்படுத்தினார்கள். Acts chapter 28, a viper bite the hand of the apostle Paul, yet he was saved from that poison. அங்கே அப்போஸ்தலர் 28ஆம் அதிகாரத்திலே ஒரு சர்ப்பம் விரியன் பாம்பு பவுலை கடித்தது, ஆனால் அவருக்கு ஒன்றும் நடக்கவில்லை. So these things the Lord has promised, the Bible has already shown that this is fulfilled. இந்த வாக்கியங்கள் மூலமா நாம் தெரிந்து கொள்வது என்றால் வேத வசனம் உண்மை என்று சொல்லி நாம் தெரிந்து கொள்வோம். So what Lord Jesus Christ said to the Satan, I am going to say it to PJ. இப்போ சாத்தான் இயேசு கிறிஸ்து சாத்தான் இடத்துல சொன்ன காரியத்தை நாம் ஜனா PJ அவரிடத்துல சொல்ல போகிறோம். You shall not test the Lord. நீங்கள் தேவனை சோதிக்க கூடாது, பரீட்சித்து பார்க்க கூடாது. No, please. But there is a test for them. ஆனால் அவர்களுக்கு ஒரு சோதனை இருக்கிறது. In Surah chapter 16 verse 99, சூரா 16:99வது ஆயத்துல Allah promises that Satan has no authority over the believers. அங்கே விசுவாசிகள் மேல் சாத்தானுக்கு எந்த அதிகாரமும் இல்லை. But Allah couldn't never fulfill this promise. ஆனா அல்லாஹ் இந்த ஒரு வாக்குத்தத்தத்தை அவரால் நிறைவேற்ற முடியவில்லை. In Sahih Bukhari volume 4 book number 53 hadith number 400, சஹீஹ் புகாரி வால்யூம் 4 புத்தகம் 33 400வது எண்ணிலே Hazrat Muhammad was under the magic spell and Allah could not save his prophet from the magic spell. ஹஜ்ரத் முகமது அவர்கள் மந்திர கட்டிலே இருந்தார்கள், அல்லாஹ் அவர்களை காப்பாற்ற முடியவில்லை. In fact, my brothers, உண்மையாய் சொன்ன போனால் சகோதரர்களே, regarding the poison, இந்த நச்சை குறித்து Hazrat Muhammad has given a medicine. ஹஜ்ரத் முகமது அவர்கள் ஒரு மருந்தை கொடுத்திருக்கிறார்கள். In Sahih Bukhari volume 7 hadith number 664 hadith number 664 and hadith number 671, hadith number 671, Hazrat Muhammad said, if somebody takes even numbers of dates, இங்கே அவங்க குறிப்பிட்ட எண்ணுள்ள அந்த திராட்சை பேரீச்சை பழங்களை சாப்பிட்டால், and dates, if they take dates, even number of dates like 3, 5, 7, 9, odd numbers of dates. அங்கே 3, 5, 7 என்று சொல்லப்படுகிற அந்த அளவுக்கு இந்த பேரீச்சம்பழங்களை சாப்பிட்டால் poison will not have an effect on them. அந்த நச்சு ஆனது அவர்கள் மீது எந்த பாதிப்பையும் ஏற்படுத்தாது. Janab PJ sir, you can take these dates and you can eat 3, 5, 7, 9, 11 as much as you want, but only odd numbers, okay? ஜனாப் சார் அவர்களே, இதில் இருக்கிற பேரீச்சை பழங்களை 3, 5, 7, 11 எல்லாவற்றையும் அந்த ஒற்றை எண்களில் நீங்க வந்து சாப்பிட எவ்வளவு வேண்டுமானாலும் நீங்கள் சாப்பிடலாம். And this is a medicine. இது ஒரு மருந்து என்று சொல்லுங்க. This is not a promise. இது ஒரு வாக்கு அல்ல. And medicines has to be tested. அந்த மருந்தானது சோதிக்கப்பட வேண்டும். Who can test the medicine? யார் அந்த மருந்தை சோதித்து பார்க்க Before he gives us these things to us, he has to eat this and test the medicine and prove that Hazrat Muhammad was the doctors of doctor. அங்கே இந்த எங்களை சோதிப்பதற்கு முன்பதாக இந்த சோதனையை அவர் எடுத்து
ஹஸ்ரத் முகமது அவர்கள் மருத்துவர்களுக்கெல்லாம் மருத்துவர் என்பதை அவர் நிரூபிக்க So வேண்டும். he can eat the dates and drink the poison that he had got, and he can prove that Hazrat Muhammad was right. இங்கே அவர் இந்த பேரிச்சம்பழங்களை சாப்பிட்டு இந்த பாய்சனை குடித்துவிட்டு ஹஸ்ரத் முகமது சரி என்பதை அவர் நிரூபிக்க வேண்டும். പറഞ്ഞതിന്റെ സാരം ഇതാണ്, ഖുറാനിലും ഹദീസിലും ഒരു മെഡിസിൻ ഉണ്ട്, ഈന്തപ്പഴം കഴിച്ചിട്ട് വിഷം കുടിച്ചാൽ ഒന്നും പറ്റത്തില്ലെന്നാണ് പറയുന്നത്. 3, 5, 7 അങ്ങനെ ഉള്ള നമ്പേഴ്സിൽ ഈന്തപ്പഴം കഴിച്ചിട്ട് വിഷം കുടിച്ചാൽ പറ്റിയതാണ്. അടുത്ത പ്രാവശ്യം ജനാബ് എം അക്ബർ മൗലവി തിരുവല്ലയിൽ ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വിഷക്കുപ്പിയും അദ്ദേഹം നമ്മളോട് ചോദിച്ചതുപോലെ തന്നെ തിരികെ ചോദിക്കുകയാണ്. അദ്ദേഹത്തെ യാതൊരു വിധത്തിൽ ഒന്നിനും പ്രേരിപ്പിക്കുകയല്ല, അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചതുകൊണ്ട് അങ്ങോട്ട് ചോദിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം ഒരു വിഷക്കുപ്പിയും ഈന്തപ്പഴം സാക്ഷി അപ്പോളജിസ്റ്റ് നെറ്റ്വർക്കിൻ്റെ സ്പോൺസർഷിപ്പിൽ ഞങ്ങൾ നൽകുന്നതായിരിക്കും. ആ ഈന്തപ്പഴം കഴിച്ച് ആ വിഷം ഒന്ന് കുടിച്ച് കാണിച്ചാൽ മാത്രം മതി, ഈ പറഞ്ഞതിനെല്ലാം ഉത്തരമായെന്ന് ഞങ്ങൾ കരുതിക്കോളാം. പ്രിയ സ്നേഹിതരെ, ഇപ്രകാരമുള്ള നാടകങ്ങൾ കളിച്ചല്ല ഇവർ ഈ നാടകങ്ങൾ കളിക്കാൻ വരുന്നതുകൊണ്ടാണ്, വിഷക്കുപ്പിയുമായിട്ട് വരുന്നതുകൊണ്ടാണ് ഈന്തപ്പഴത്തിൻ്റെ പാക്കറ്റുമായിട്ട് ഞങ്ങൾക്ക് പോകേണ്ട വന്നത്. ഇപ്രകാരമുള്ള നാടകങ്ങൾ കളിച്ചല്ല മതസംവാദം നടത്തേണ്ടത്. ഇതുപോലെയുള്ള നാടകങ്ങൾ എടുക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ഞങ്ങൾ ഖുറാനിൽ നിന്ന് എടുക്കും. ഖുറാൻ 17:82 പറയുന്നത് സത്യവിശ്വാസികൾക്ക് ഖുറാൻ ഒരു ശമന ഔഷധമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്നതല്ല, സഹി ബുഖാരി വോള്യം 3 ബുക്ക് 36 ഹദീസ് നമ്പർ 476 പ്രകാരം സൂര 1 വായിച്ച് കേൾപ്പിച്ചപ്പോൾ വിഷബാധ അങ്ങ് മാറി. ഇതേപോലെ ഓരോരോ അധ്യായങ്ങൾ വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അസുഖം മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്തിനാ ആശുപത്രി? ഈ ഖുറാൻ എടുത്തൊന്ന് വായിച്ച് കേൾപ്പിച്ചാൽ പോരെ, അസുഖം അങ്ങ് ഭേദമാകത്തില്ലേ? ചിലപ്പോൾ പറയുമായിരിക്കും സഹീഹ് മുസ്ലിം ബുക്ക് 26 ഹദീസ് നമ്പർ 5557, സഹീഹ് മുസ്ലിം ബുക്ക് 26 ഹദീസ് നമ്പർ 5558. അവിടെ നവദമ്പതികളായ ഒരാൾ അവരുടെ ഭർത്താവ്, നവദമ്പതികളാണ്, അതിലെ ഭർത്താവ് പെട്ടെന്ന് വിഷം കഴിച്ച് പാമ്പ് കഴിച്ചങ്ങ് മരിച്ചുപോയി. മുസ്ലിമാ, പാമ്പ് കടിച്ച് അങ്ങ് മരിച്ചുപോയി. പാമ്പ് കടിച്ച് മരിച്ചുപോയ ഉടനെ എന്ത് ചെയ്തെന്നറിയാമോ? ബാക്കിയുള്ള മുസ്ലിങ്ങളെല്ലാം വന്നു. ഹസ്രത്ത് മുഹമ്മദ് പറയുന്നത് താൻ മോശയെ പോലെയും യേശു ക്രിസ്തുവിനെ പോലെയും ഒക്കെയുള്ള ഒരാളാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അവരത് വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, ഈ മരിച്ചു കിടക്കുന്ന ആളെ എങ്ങനെയെങ്കിലും ഒന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കണം. മോശയും യേശുവൊക്കെ അത് ചെയ്തതല്ലേ, അവർ ന്യായമായിട്ട് അത് ചോദിച്ചു പോയി. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ഉയർത്തെഴുന്നേൽപ്പിച്ചതല്ലേ, അവർ ന്യായമായിട്ടത് ചോദിച്ചു പോയി. ഹസ്രത്ത് മുഹമ്മദ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇല്ല, അത് സാധിക്കുകയില്ല, കാരണം ഈ സർപ്പം മുസ്ലിം ആയിരുന്നു എന്ന്. കടിച്ച സർപ്പം മുസ്ലിം ആയിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഹദീസിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതേപോലെ മുസ്ലിങ്ങളായ ബാക്ടീരിയകളുണ്ടോ, മുസ്ലിങ്ങളായ മറ്റ് രോഗാണുക്കളുണ്ടോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ അറിവുകേടിൻ്റെ ഭാഗമായിരിക്കും. എന്നാലും വളരെ വിനീതമായിട്ട് ചോദിക്കുകയാണ്, ഇതിൽ ശമനാഔഷധം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിച്ചാൽ പോരെ? അതുകൊണ്ട് ജനാബ് എം അക്ബർ മൗലവി വളരെ വിനീതമായിട്ട് ഞങ്ങൾ പറയുന്നത്, ഇപ്രകാരമുള്ള നാടകങ്ങൾ കളിക്കാതെ നമുക്ക് നല്ല സ്നേഹത്തിൻ്റെ ഭാഷയിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഒരുമിച്ചിരുന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അദ്ദേഹം മറ്റു പറഞ്ഞത് യേശു മദ്യമുണ്ടാക്കി. ഇത് പലപ്പോഴും ഉത്തരം പറഞ്ഞതാണ്. തിരുവനന്തപുരത്ത് ഇതേ കാര്യത്തിന് ഉത്തരം പറഞ്ഞതാണ്. അവരതിന് ഉത്തരം പറയാൻ ശ്രമിച്ചതിന് ഞങ്ങൾ വീണ്ടും ഉത്തരം പറഞ്ഞതാണ്. എങ്കിലും തിരുവല്ലായി വന്നപ്പോൾ അതേ കാര്യം വീണ്ടും ആവർത്തിച്ചു. അദ്ദേഹം പറയുന്നത് ഇവിടെ വീഞ്ഞിന് പറഞ്ഞിരിക്കുന്ന പദം ഒയ്നോസ് എന്ന ഗ്രീക്ക് പദമാണ്. ഇതേ ഗ്രീക്ക് പദം സെപ്റ്റിജന്റ് ബൈബിളിൽ, അഥവാ പുതിയ നിയമം എഴുതപ്പെടുന്നതിന് മുമ്പ് എബ്രായ ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ഭാഷയിലേക്ക് എഴുതിയപ്പെട്ടതായ സെപ്റ്റിജന്റ് ബൈബിൾ ഇതേ പദം 33 പ്രാവശ്യം കുറഞ്ഞത് പുതിയ മുന്തിരിച്ചാറിന് ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. അതേ പദം യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുമ്പോൾ വെള്ളം മുന്തിരിച്ചാറാക്കിയെന്ന് തന്നെയാണ് എഴുതുന്നത്. അപ്പോൾ എം അക്ബർ മൗലവി ചോദിക്കും, പക്ഷേ നിങ്ങളുടെ ബൈബിളിൽ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അവിടുത്തെ വിരുന്നുവാഴി പറഞ്ഞു എല്ലാവരും ലഹരി പിടിച്ച ശേഷം, അപ്പം ലഹരി പിടിച്ചു എന്നുള്ള പദമുണ്ടല്ലോ, അതപ്പം ഇത് വെറും മുന്തിരിച്ചാറാണോ? അതും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്.
ഇവിടെ പറഞ്ഞിരിക്കുന്ന ലഹരിക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന പദവും മിത്തോ എന്ന 2:10 യോഹന്നാൻ 2:10 പറഞ്ഞിരിക്കുന്ന പദം സെപ്റ്റിജന്റിൽ ഇതേ പദം അർത്ഥമാക്കിയിരിക്കുന്നത് സമൃദ്ധിയായി പാനം ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് RSV ബൈബിളിൽ RSV ട്രാൻസ്ലേഷനിൽ ഇതേപോലെ പറയുന്നത് സമൃദ്ധിയായി പാനം ചെയ്തതിന് ശേഷം നല്ല മുന്തിരിച്ചാറുണ്ടാക്കിയതായ കാര്യമാണ് ഒന്നാമത്തെ അത്ഭുതമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒത്തിരി ചോദ്യങ്ങൾ ഖുർആനെ പറ്റി ഇതിനോടുള്ള ബന്ധത്തിൽ ചോദിക്കാനുണ്ട്, ചോദിക്കാതെ വിടുകയാണ്. സമയപരിധി കാരണം ചോദിക്കാതെ വിടുകയാണ്. അദ്ദേഹം മറ്റുയർത്തിയിരിക്കുന്നതായ ഒരു ചോദ്യം എന്ന് പറയുന്നത്, പഴയ നിയമത്തിലെ പ്രവാചകന്മാരൊക്കെ മരിച്ചവരെ ഉയർപ്പിച്ചല്ലോ, അതുപോലെയാണെങ്കിൽ യേശു ക്രിസ്തുവും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വ്യത്യാസമുണ്ട്. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു, പ്രാർത്ഥിച്ചതിന് ഉത്തരമായിട്ടാണ് അവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലാസറസിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പറയുന്നത്, യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. മോശ പ്രവാചകൻ മന്ന കൊടുത്തുവെങ്കിൽ യേശു അപ്പത്തെ കൊടുത്തതിന് ശേഷം പറയുന്നത്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നാണ്. വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു പ്രവാചകനും അവരിൽ തന്നെയാണ് ശക്തി എന്ന് അവകാശപ്പെട്ടിട്ടില്ല. യേശു അവകാശപ്പെട്ടു, ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ തന്നെയാണ് ശക്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അപ്പോൾ ജനാബ് MM അക്ബർ മൗലവി ചോദിക്കും, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ മുതൽ യേശു പറയുന്നുണ്ടല്ലോ, പുത്രന് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ളത്. ശരിയാണ്, അത് തുടർന്ന് വായിക്കണം. 5:19 ഒന്ന് തുടർന്ന് വായിച്ചു നോക്കി. 5:38 അദ്ദേഹം അത് തെറ്റി പറഞ്ഞതാണ്. അതൊരു വലിയ തെറ്റായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. ചിലപ്പോൾ റെഫറൻസ് പറയുമ്പോൾ നമ്മളെല്ലാവരും തെറ്റി പറയാറുള്ളതാണ്. പക്ഷെ 5:19 അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പുത്രന് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, പിതാവ് ചെയ്യുന്നതൊക്കെയും ഔവണ്ണം തന്നെ പുത്രനും ചെയ്യുന്നു. ദൈവം ചെയ്യുന്നതൊക്കെയും ഞാനും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറയുന്ന ഒരാൾ ആരാണ്? ദൈവമാണ്. പിതാവ് പുത്രൻ സ്വയമേ ഒന്നും ചെയ്യല. കാരണം എന്താ? തൃത്വത്തിലെ ഐക്യമാണത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അവർ സ്വയമേ അല്ല ചെയ്യുന്നത്, ഒരുമിച്ചാണ് ചെയ്യുന്നത്. തൃത്വത്തിലെ ഐക്യത കാണിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്, അല്ലാതെ ദൈവികതയെ നിഷേധിക്കാൻ വേണ്ടിയല്ല. ബൈബിളിന്റെ ഭാഗങ്ങൾ ഭാഗികമായി ഉദ്ധരിച്ചു കൊണ്ടുള്ള ഈ പ്രചരണം ഇവിടെ MM അക്ബർ മൗലവി നിർത്തണം. അദ്ദേഹം പിന്നെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. പരിച്ഛേദനയെ പറ്റി പറഞ്ഞു. പരിച്ഛേദനയെ പറ്റി പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത്, യേശു ക്രിസ്തു പറഞ്ഞു, ന്യായപ്രമാണം നീക്കുവാനല്ല ഞാൻ വന്നത്. ഈ ക്രിസ്ത്യാനികൾ ആരും പരിച്ഛേദന ചെയ്യുന്നില്ല. പിന്നീട് അദ്ദേഹം ശബത്തിനെ പറ്റി പറഞ്ഞു. പ്രിയ സ്നേഹിതരെ, യേശു ക്രിസ്തു പറഞ്ഞതെന്താണ്? ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുകയാണ്. ഒരു അടുത്ത 10-15 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. മത്തായി സുവിശേഷം 5:11 കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, ന്യായപ്രമാണം നീക്കുവാനല്ല, ആചരിക്കാനെന്നാണോ പറഞ്ഞത്? അല്ല. അതിനെ ശക്തിപ്പെടുത്താനെന്നാണോ പറഞ്ഞത്? അല്ല. പിന്നെന്താണ് പറഞ്ഞത്? അതിൻ്റെ നിവർത്തിപ്പാൻ, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ സമാഗമന കൂടാരം ഉണ്ടായിരുന്നു. സമാഗമന കൂടാരം ദൈവം കൊടുപ്പിച്ചു കൊടുത്ത മാതൃകയാണ്. അതിനുശേഷം ശലോമോന്റെ കാലത്ത് ദേവാലയം പണിതു. ദേവാലയം പണിതതിന് ശേഷം യഹൂദനാരെങ്കിലും സമാഗമന കൂടാരം ഉണ്ടാക്കുമോ? ഈ കഴിഞ്ഞ 2000 വർഷമായിട്ട് ദേവാലയമില്ല. അവർക്ക് സമാഗമന കൂടാരം ആരെങ്കിലും ഉണ്ടാക്കിയോ? ഇല്ല. എന്തുകൊണ്ട്? ദേവാലയം ഒരർത്ഥത്തിൽ സമാഗമന കൂടാരത്തിന്റെ പൂർത്തീകരണമാണ്. പൂർത്തീകരണത്തിലേക്ക് വന്നതുകൊണ്ട് ഭാഗികമായിരുന്ന കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കേണ്ടതായിട്ട് ഇല്ല.
യേശു ക്രിസ്തു ന്യായപ്രമാണത്തെ നിവർത്തിച്ചുവെങ്കിൽ നിവർത്തിപ്പാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പ്രഖ്യാപിക്കുകയും എല്ലാം നിവർത്തിച്ചു എന്ന പ്രഖ്യാപനത്തോടുകൂടി അവൻ മരിക്കുകയും വിജയ പ്രഖ്യാപനത്തോടുകൂടി ജീവനെ ഏൽപ്പിക്കുകയും ചെയ്തുവെങ്കിൽ ഇനിയും അത് ആചരിക്കേണ്ടതായ കാര്യം ഞങ്ങൾക്കില്ല. ആചരിപ്പാനെന്നല്ല പറഞ്ഞത്, നിവർത്തിപ്പാനാണെന്നാണ് പറഞ്ഞത്. പരിച്ഛേദനയുടെ കാര്യമൊന്നും എടുത്തു നോക്കൂ. മോശ പ്രവാചകൻ തന്നെ ആവർത്തന പുസ്തകം 30:6 പറഞ്ഞു, യഹോവ നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. അതിൻ്റെ പൂർത്തീകരണം നമുക്കുണ്ട്. കൊലോസ്യർ 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ കൈകൊണ്ടല്ലാത്തതായ ഒരു പരിച്ഛേദന ഏറ്റവരാണ്. അതുകൊണ്ട് ഇനി ആ പഴയ കാര്യം ചെയ്യേണ്ടത് കാര്യമില്ല. ഈ പരിച്ഛേദനയെ പറ്റി പറയുന്ന ഈ MM അക്ബർ മൗലവിയോട് ഞങ്ങൾക്കൊരു വെല്ലുവിളിയുണ്ട്. ഖുറാനിൽ എവിടെയെങ്കിലും ഈ പരിച്ഛേദന ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്യം കൊണ്ടുവാ. ഖുറാനിൽ പറഞ്ഞിട്ടില്ല. ഖുറാനിൽ പറഞ്ഞിട്ടില്ല പ്രിയ സ്നേഹിതരെ. ഇതൊരു അതിശയമായിട്ട് തോന്നുമായിരിക്കും. ഖുറാനിൽ പറഞ്ഞിട്ടില്ല. ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹദീസിൽ പറഞ്ഞത് പുരുഷനും സ്ത്രീക്കും ഉള്ള പരിച്ഛേദനയും കൂടാണ്. അങ്ങനെയാണോ പ്രവാചകന്മാരുടെ പരിച്ഛേദന? ഹദീസിൽ പറഞ്ഞിരിക്കുന്ന പരിച്ഛേദന പ്രവാചകന്മാരുടെ പരിച്ഛേദനയുമല്ല. മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. ഹസ്രത്ത് മുഹമ്മദ് പരിച്ഛേദന ചെയ്തതായിട്ട് ഖുറാനിലും ഹദീസിൽ നിന്നും ഉള്ളൊരു തെളിവ് കൂടെ കൊണ്ടുവരണം അടുത്ത പ്രാവശ്യം വരുമ്പം. എവിടെയാണ് ഹസ്രത്ത് മുഹമ്മദ് പരിച്ഛേദന ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന് ഖുറാനിലോ ഹദീസിലോ എവിടെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സ്വയം പര്യാപ്തമായ ഒരു പുസ്തകമല്ല അവരുടെ കയ്യിലിരിക്കുന്നത്. അത് മനസ്സിലാക്കണം നമ്മൾ. അദ്ദേഹം പിന്നീട് പറയുന്നത് ശബത്ത് നമ്മൾ മാറ്റി. അതൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. ഞായറാഴ്ച സൂര്യദേവനെ ആരാധിക്കുന്ന ദിവസമാക്കി നമ്മൾ മാറ്റിയെന്നാണ്. ഇതും ക്രിസ്തു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നതാണ്. ഞാൻ പെട്ടെന്ന് ഒന്ന് പറയട്ടെ. ശബത്ത് പിന്നീട് വന്നതല്ല, ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 12 വരെയുള്ള വാഴ്ചത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ അവർ വന്നു. അത് മാത്രമല്ല, പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ആദ്യഫല പെരുന്നാൾ എന്നായിരുന്നു? ഞായറാഴ്ചയായിരുന്നു, ശബത്തിൻ്റെ പിറ്റേ ദിവസം. അപ്പോൾ ആദ്യഫലമായിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന ഉയർത്തെഴുന്നേറ്റതാ ശബത്തിൻ്റെ പിറ്റേ ദിവസം. എന്ന് മാത്രമല്ല, പെന്തക്കോസ് നാള് അത് മുതൽ 50 ദിവസം, 49 അത് കഴിഞ്ഞിട്ടുള്ള ശബത്ത് കഴിഞ്ഞിട്ടുള്ള 50-ാം ദിവസമാണ്. ശബത്ത് കഴിഞ്ഞിട്ടുള്ള 50-ാം ദിവസം ഏതാ? ഞായറാഴ്ചയാണോ രണ്ടപ്പം കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ പോകുന്നത്? ആ രണ്ടപ്പമല്ലേ യഹൂദനെയും യവനെയും പെന്തക്കോസ് നാളിൽ ഒന്നാക്കിയ സഭ എന്നാണ് തുടങ്ങിയത്? ഞായറാഴ്ച. ഒന്നാമത്തെ ആരാധന ഞായറാഴ്ചയായിരുന്നുവെങ്കിൽ ഇന്നുള്ള ആരാധനയും ഞായറാഴ്ച തന്നെ ഞങ്ങൾ ചെയ്തോളാം. ഇതിനെല്ലാം വ്യക്തമായ ഉത്തരങ്ങൾ ഇനി ഞങ്ങൾക്ക് ഒത്തിരി പറയാനുണ്ട്. എന്നാൽ നിങ്ങൾ വെള്ളിയാഴ്ച ആക്കിയത് എന്താണെന്നൂടെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. വെള്ളിയാഴ്ച ആക്കിയത് എന്താണെന്ന് സഹീഹ് ബുഖാരി വോള്യം 2 ബുക്ക് 13 ഹദീസ് നമ്പർ 1 പറയുന്നുണ്ട്. യഹൂദനും ക്രിസ്ത്യാനിയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ആക്കിയതുകൊണ്ട് നമുക്കവർക്ക് മുമ്പേ വേണം. ഇതെവിടുത്തെ നിയമമാണ്? മറ്റ് ചില കാര്യങ്ങളോട് അദ്ദേഹം പറയുന്നുണ്ട്. ഞാനത് ക്രൂശിൻ്റെ രൂപമെന്ത്, അതൊന്നും അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ ക്രൂശിൻ്റെ രൂപം എന്ത് എന്നുള്ളത് ഇനിയും മറ്റൊരു അവസരത്തിൽ സമയത്ത് ഞാൻ പറഞ്ഞുകൊള്ളാം. ക്രൂശിൻ്റെ രൂപം കൃത്യമായിട്ട് നമ്മൾ ബൈബിളിൽ നിന്ന് തന്നെ പഠിക്കാൻ കഴിയുന്നതാണ്. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഈ ക്രൂശിനെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞവർ ഈ കാബയെ വന്ദിക്കുന്നത് എന്താണ് എന്ന്, ക്രൂശിനെ ഏതെങ്കിലും ക്രിസ്ത്യാനി വന്ദിക്കുകയോ ആരാധിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് ആവർത്തിച്ച് ഞാൻ ഇവിടെ നിന്ന് പറയാം. അത് തെറ്റാണ്. അത് ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്നാൽ ക്രൂശ് ചിലർ അടയാളമായിട്ട് ഉപയോഗിക്കായിരിക്കും, അത് വേറെ കാര്യമാണ്. പക്ഷേ നിങ്ങൾ കാബയുടെ മുമ്പിൽ പോയി വണങ്ങുന്നത് എന്തിനാ? അതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞു തരണം. കാബയുടെ മുമ്പിൽ പോയി വണങ്ങുന്നത് എങ്ങനെയാണെന്ന് അക്ബർ മൗലവിയുടെ ഒരു ക്ലിപ്പുണ്ട്. അത് ഞാൻ സമയപരിധി മൂലം കാണിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ദിക്കിന് വേണ്ടിയാണ് ഞങ്ങൾ കാബയെ നോക്കുന്നത്. ദിക്കിന് വേണ്ടിയാണോ നിങ്ങൾ കാബയുടെ ചുറ്റും പോയി പ്രദക്ഷിണം ചെയ്യുന്നത്? ദിക്കിന് വേണ്ടിയാണോ നിങ്ങൾ കാബയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തുന്നത്? ദിക്കിന് വേണ്ടിയാണോ നിങ്ങൾ കാബയെ ചുംബിക്കുന്നത്? ഇതൊക്കെ കൃത്യമായി വിഗ്രഹാരാധനയാണ്.
ഈ വിഗ്രഹാരാധന വിട്ട് ക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ ഈ കാബാരാധികളെ എല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അവസാനമായി ഞാൻ അവസാനിപ്പിക്കട്ടെ. അവസാനമായി M.M. അക്ബർ മൗലവി പാസ്റ്റർ ഓൾറെഡി പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞത് ഗ്രീക്ക് ബൈബിളിൽ പാരക്ലിറ്റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു സ്ക്രൈബൽ എറർ ആയിരിക്കാം. സ്ക്രൈബൽ എറർ പെരിക്ലിറ്റോസ് എന്നുള്ള അറമിക് പദമായിരിക്കാം ക്രിസ്തു ഉപയോഗിച്ചത്. ഇതെല്ലാം ആയിരിക്കാമാണ് കേട്ടോ, തെളിവൊന്നുമില്ല. ആയിരിക്കാം അത് പിന്നെ പാരക്ലിറ്റോസ് ആയിട്ട് മാറി. അങ്ങനെയാണ് പെരിക്ലിറ്റോസിനെ പാരക്ലിറ്റോസ് ആക്കിയിട്ടാണ് പരിശുദ്ധാത്മാവാക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പറയാണ് പരിശുദ്ധാത്മാവല്ല, കാരണം ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ലെന്നല്ലേ ക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധാത്മാവ് അന്ന് തന്നെ അവരുടെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ടത് പരിശുദ്ധാത്മാവല്ല എന്ന് പറഞ്ഞു. ഇത് പെട്ടെന്ന് ഈ പോയിന്റും പറഞ്ഞ് രക്ഷയുടെ ഒരു കാര്യവും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തു പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 14:16 മുതൽ 17 വരെ, എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് തരും. എന്നേക്കും അത് മുഹമ്മദാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചോ, ഞാൻ പെട്ടെന്ന് വായിച്ചു പോവാണ്. നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ ശിഷ്യന്മാർ അറിയുന്നു, നിങ്ങളോടുകൂടെ വസിക്കുന്നുണ്ട്. ക്രിസ്തു പറയുന്ന സമയത്ത് നിങ്ങളോടുകൂടെ വസിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യസ്ഥൻ എന്നേക്കും നിങ്ങളുടെ ഉള്ളിൽ വസിക്കേണ്ടതിന് വരുമെന്നാണ് പറഞ്ഞത്. അന്ന് ശിഷ്യന്മാർക്ക് അറിയാം ആരാണ് എന്നുള്ളത്. ശിഷ്യന്മാരോട് കൂടെ ഉണ്ട്, എന്നാൽ എന്നേക്കും വസിക്കേണ്ടതിന് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ തികച്ച ശേഷം പരിശുദ്ധാത്മാവ് വരുമെന്നാണ് പറഞ്ഞത്. രണ്ടാമത് യേശു ക്രിസ്തു പറഞ്ഞ 14:26, സകലവും ഉപദേശിച്ചതും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെയും ഓർപ്പെടുത്തും. യേശു ക്രിസ്തു പറഞ്ഞത് ഒക്കെയും ഓർമ്മപ്പെടുത്തും. യേശു ക്രിസ്തു പറഞ്ഞതാണോ മുഹമ്മദിൻ്റെ ഉപദേശമെന്ന് നിങ്ങൾ വീട്ടിൽ പോയി പരിശോധിച്ചാൽ മതി. എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ പെട്ടെന്ന് പറയട്ടെ. പെരിക്ലിറ്റോസ് എന്നുള്ള പദം ഒരു ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റിലും ഇല്ല എന്ന് മാത്രമല്ല, പെരിക്ലിറ്റോസ് എന്ന് പറയുന്നത് ഒരു കോമൺ നൗണാണ്. ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു തീർക്കട്ടെ. ഒരു ഉദാഹരണം എന്ന് പറയുന്നാൽ ഒരു പറയാണ്, ഒരു പെണ്ണിൻ്റെ വീട്ടുകാർ പറയാണ് ഗുണശീലനായ ഒരു ചെറുക്കൻ വേണം. ഗുണശീലൻ എന്ന് പറയുന്നത് അവന് കോമൺ നൗണാണ്. അപ്പം നമ്മൾ വീട്ടിൽ അടുത്തുള്ള ഗുണശീലൻ സാറിനെ വിളിച്ചുകൊണ്ട് പറയാണ് ഗുണശീലനെ വേണമെന്നല്ലേ പറഞ്ഞത്, ഇയാളുടെ പേര് ഗുണശീലനാണ്. പാരക്ലിറ്റോസ് എന്നുള്ള പദം കോമൺ നൗണാണ്, പ്രോപ്പർ നൗൺ അല്ല. പ്രോപ്പർ പേരായിട്ട് പാരക്ലിറ്റോസ് എങ്ങും ഉപയോഗിച്ചിട്ടില്ല. ഇനി പാരക്ലിറ്റോസ് ഇനി ഒരു വാദത്തിന് വേണ്ടി അഹമ്മദ് എന്നാണെന്ന് പറഞ്ഞാൽ തന്നെയും പാരക്ലിറ്റോസ് ഒരിക്കൽ പോലും പ്രോപ്പർ നൗണായിട്ട് ഉപയോഗിക്കാത്തത്, ഒരു പ്രോപ്പർ നൗണെ എടുത്തുകൊണ്ട് വരുന്നത് അള്ളാഹു അക്ബർ ആണെന്ന് പറയും. നമ്മുടെ അക്ബർ മൗലവി അള്ളാഹു ആണെന്നാണോ നമ്മൾ ചിന്തിക്കുന്നത്? കോമൺ നൗണും പ്രോപ്പർ നൗണും തെറ്റിച്ച് പറയുന്നതിലുണ്ടായ വിഷയങ്ങളാണിത്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഖുറാനിൽ അഹമ്മദ് എന്നുള്ള പദമില്ലാത്ത മാനുസ്ക്രിപ്റ്റുകളുണ്ട്. ക്രൈസ്റ്റ് ഇൻ ഇസ്ലാം ആൻഡ് ക്രിസ്ത്യാനിറ്റി, നീൽ റോബിൻസന്റെ പേജ് 70, ഉബൈ ബിൻ കാബിൻ്റെ, ഇത് നീൽ റോബിൻസൺ മുസ്ലിമാണ്, ഉബൈ ബിൻ കാബിൻ്റെ ഖുറാനിൽ ഉബൈ ബിൻ കാബാണ് മുഹമ്മദ് പഠിപ്പിച്ച 4 പേരിൽ ഒരാൾ. മുഹമ്മദ് പറഞ്ഞ 4 പേരിലുള്ള അദ്ദേഹത്തിൻ്റെ ഖുറാനിൽ, അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഖുറാനിൽ അഹമ്മദ് എന്നുള്ള പദം ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഞാൻ അവസാനിപ്പിക്കട്ടെ, സമയം കഴിഞ്ഞിരിക്കുന്നുവല്ലോ, അവസാനിപ്പിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ രക്ഷ മറ്റൊരു മാർഗത്തിൽ ഇല്ല. കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനെ വാഗ്ദാനം ചെയ്തവനാണ്. അങ്ങനെ നിങ്ങളുടെ ഹസ്രത്ത് മുഹമ്മദ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശു ക്രിസ്തുവിൻ്റെ നാമം. ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആ നാമത്തിലേക്ക്, ആ നാമത്തിന് മുമ്പാകെ മുട്ടുമടക്കി വണങ്ങി അവനെ ആരാധിച്ചു പോരുവാൻ M.M. അക്ബർ മൗലവി ഉൾപ്പെടെയുള്ള എല്ലാ മുസ്ലിങ്ങളെയും വിനീതമായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.